ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ ഒന്നാണ് ഷാം ഹജ്ജ് പാത. നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക ലോകത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ കോർത്തിണക്കിയ പ്രധാന നാഡീഞരമ്പ്. സിറിയയുടെ ഹൃദയഭൂമിയിൽ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും നീളുന്ന ഈ പാത വിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും വലിയൊരു കഥയാണ് നമുക്ക് മുന്നിൽ തുറന്നുവെക്കുന്നത്. ദമാസ്കസിൽ നിന്നാണ് ഈ ചരിത്രയാത്ര തുടങ്ങുന്നത്. ബസ്ര അൽ ഷാമും മആനും പിന്നിട്ട് ഹാലത്ത് അമാർ വഴി ഈ തീർത്ഥാടന പാത സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുന്നു. തബൂക്കിലെ ദാദ് അൽ ഹജ്ജും അൽ അഖദറും കടന്ന് യാത്രയെത്തുന്നത് അൽ മുഅസം സ്റ്റേഷനിലാണ്. മരുഭൂമിയിലെ കഠിനമായ യാത്രയിൽ തീർത്ഥാടകർക്ക് ദാഹശമനമേകിയ ചരിത്ര പ്രസിദ്ധമായ അൽ മുഅസം കുളം ഈ പാതയിലെ പ്രധാന നാഴികക്കല്ലാണ്. അവിടെ നിന്ന് അൽ ഉലയും ഹിജറും പിന്നിട്ട് വിശ്വാസികൾ പ്രവാചക നഗരിയായ മദീനയിലേക്ക് നീങ്ങുന്നു. അത്ര എളുപ്പമായിരുന്നില്ല അന്നത്തെ യാത്രകൾ. ചുട്ടുപൊള്ളുന്ന മരുഭൂമികളും ദുർഘടമായ പർവ്വതനിരകളും കടന്നു വേണമായിരുന്നു പുണ്യഭൂമിയിലെത്താൻ. ജലദൗർലഭ്യമായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വഴിയോരങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു. കുളങ്ങളും കിണറുകളും നിർമ്മിക്കപ്പെട്ടു. കാലം മാറി, യാത്രകൾ എളുപ്പമായി. ഒട്ടകപ്പുറത്തും കാൽനടയായും തുടങ്ങിയ യാത്രകൾ ഇന്ന് അത്യാധുനിക സേവന സംവിധാനങ്ങളിലേക്ക് വളർന്നു. ദൈവത്തിന്റെ അതിഥികളെ സ്വീകരിക്കാൻ സൗദി അറേബ്യ ഒരുക്കുന്ന കരുതലിന്റെയും പ്രൗഢമായ ചരിത്രത്തിന്റെയും സാക്ഷ്യമായി ഷാം ഹജ്ജ് പാത ഇന്നും ലോകത്തിന് മുന്നിൽ വിസ്മയമായി നിലകൊള്ളുന്നു.